ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ ആദ്യം തന്നെ അറിയിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചത്, അതിനു വേണ്ടിയിട്ട് ഞാൻ നടത്തിയ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ചെങ്കിലും അറിയാവുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയത് എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, HTML പഠിക്കാൻ വളരെ എളുപ്പമാണ്. അതിന് നമുക്ക് വളരെ കുറച്ച് എഫേർട്ട് മാത്രം മതി. ഇനി CSS പഠിക്കാനാണെങ്കിൽ കുറച്ച് എഫേർട്ടും കുറച്ച് പ്രാക്ടീസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് CSSും പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ മുൻപ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, HTMLും CSSും നമുക്കറിയാമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം മുന്നേയൊക്കെ നമുക്കൊരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥയെന്ന് പറയുന്നത് അതല്ല. ഇന്നത്തെ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് ഫുള്ളായിട്ട് നമ്മുടെ രാജകീയമായിട്ട് ഇപ്പോൾ മുന്നേറുന്നത് ജാവാസ്ക്രിപ്റ്റാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ ഒരുപാട് ഫ്രെയിം വർക്ക്സ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതെല്ലാം വേൾഡ് വൈഡ് ആയിട്ട് കമ്പനികൾ അക്സെപ്റ്റും ചെയ്തു തുടങ്ങി. അപ്പോൾ അതിനകത്ത് തന്നെ ആദ്യം ആംഗ്ലർ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ റിയാക്ട് ഉണ്ടായിരുന്നു, പിന്നെ വ്യൂ ഉണ്ട്, ഇപ്പം Next.js ഉണ്ട്, ഗാറ്റ്സ്ബി ഉണ്ട്. അല്ലെങ്കിൽ അതൊക്കെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഒരു രീതിയിൽ പെടുത്താമെങ്കിലും ഇപ്പം നമ്മുടെ 2021-22 ആയപ്പോഴേക്കും അതായത് ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു HTMLനോട് ആർക്കും താല്പര്യമില്ല. അതായത് കൂടുതൽ ആനിമേഷൻസ് വരാൻ തുടങ്ങി. ഇപ്പം നമുക്കിപ്പം ഓൺ സ്ക്രോൾ ആനിമേഷനോ അല്ലെങ്കിൽ വളരെ അടിപൊളി ആനിമേഷനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് GSAP പോലുള്ള ലൈബ്രറീസിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതും ഒരു ജാവാസ്ക്രിപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈബ്രറിയാണ്. ഇനി അത് മാത്രമല്ല, നമ്മുടെ ഒരു വെബ്സൈറ്റ് എത്രത്തോളം നമുക്ക് അടിപൊളിയാക്കണം എന്നുണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫ്രെയിം വർക്കാണ്. ഇനിയിപ്പോൾ 3JS ഒക്കെ നമുക്കറിയാം, 3D റെൻഡറിങ് ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറിയാണ്. അതൊക്കെ കൂടുതലായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ WebGL പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു ഫീൽഡിൽ ഒരു ബെറ്റർ സാലറിയിലേക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് വേണം? ജാവാസ്ക്രിപ്റ്റിന് നല്ല നോളജ് വേണം. അപ്പോൾ എൻ്റെ സ്ട്രഗിൾസ് ഞാൻ പറയാം. ഞാൻ ജാവാസ്ക്രിപ്റ്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടായ ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ നിങ്ങളെ ആദ്യം ഒന്ന് കൊണ്ടെത്തിക്കാം. അപ്പോൾ ഞാൻ ഒരു കോഴ്സിന് ഞാൻ നാട്ടിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ HTMLും CSSും മാത്രമാണ്. പിന്നെ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഒരു കോഴ്സ് കൂടാണ് ഞാൻ ചെയ്തത്. ഏകദേശം ഞാൻ 36,000-42,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ ആ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് നമുക്ക് HTMLും CSSും അറിയാമെങ്കിൽ നമുക്ക് ഒരു ഡെവലപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറായിട്ട് നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും. അങ്ങനെ ഞാനും ഒരു ജോലിക്ക് കയറി. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുഞ്ഞു എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരും. അതായത് ഒരു സാധനത്തിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു ബട്ടണിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോപ്പപ്പ് കിട്ടണം, അല്ലെങ്കിൽ എന്തെങ്കിലും ടോഗിൾ ചെയ്യണം, അല്ലെങ്കിൽ മൊബൈലിൽ മെനുവിൽ റെസ്പോൺസീവ്നെസ്സിനകത്ത് അങ്ങനെ കുഞ്ഞു ടാസ്കുകളൊക്കെ വരുമ്പോൾ എനിക്കിത് ആദ്യം മുതലേ കാണുമ്പോൾ തന്നെ, ഞാനൊരു BCA ഗ്രാജുവേറ്റാണ്, അത് ഓർക്കണം. ഞാനൊരു BCA ഗ്രാജുവേറ്റിൽ ഞാൻ C++, ജാവ അങ്ങനെയുള്ള ലാംഗ്വേജസ് ഒക്കെ ഞാൻ ഓൾറെഡി പഠിച്ചൊരു വ്യക്തിയാണ്. എന്നാൽ പോലും എനിക്ക് ആ ഒരു ലോജിക്കും കാര്യങ്ങളും ഒന്നും എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ BCA കഴിഞ്ഞിട്ട് ഒരു കോൾ സെൻറ്ററിൽ പോയിട്ട് 3 വർഷം വർക്ക് ചെയ്തത്. കാരണം എനിക്കറിയായിരുന്നു, ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ലോജിക്സ് ഒന്നും എന്നെക്കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി എന്നെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ് BCA കഴിഞ്ഞിട്ട് ഞാനൊരു 3 വർഷം എവിടെ പോയത്, ഒരു കോൾ സെൻറ്ററിൽ പോയിട്ട്. അപ്പോൾ അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല നമ്മുടെ ഫീൽഡ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഉള്ള എൻ്റെ സ്റ്റോറീസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യത്തെ ജോലിക്ക് കയറിയപ്പം എനിക്ക് എപ്പോഴും ഇതുപോലെയുള്ള എന്തെങ്കിലും കുഞ്ഞു ടാസ്കുകൾ കിട്ടുമ്പം ഞാൻ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കൊളീഗ്സിനോട് പറഞ്ഞിട്ട് അത് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഗൾഫിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയ ആ ഒരു ആദ്യത്തെ ജോലിയിലും എനിക്ക് ഇതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു. അന്ന് എന്തോ വലിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ജോലി
കയറാൻ പറ്റിയത്. കാരണം എനിക്ക് അന്ന് തന്ന ടാസ്കിനകത്തും ഇത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു വെബ് പേജ് ഉണ്ടാക്കാനായിരുന്നു. അതിനകത്ത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് കുഞ്ഞു കുഞ്ഞ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ടാസ്കുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആദ്യം തന്നെ ആ ജോലി കിട്ടത്തില്ലെന്ന് ഞാൻ ഓൾറെഡി ഉറപ്പിച്ചു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് HTML-ഉം CSS-ഉം അപ്പോഴേക്കും എനിക്ക് നല്ലൊരു നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അതെല്ലാം വെച്ചിട്ട് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡെവലപ്മെൻറ്റ്, ആ ഒരു വെബ്സൈറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം ഞാൻ ഉണ്ടാക്കി. അന്ന് ആ ടീം ലീഡറിന്, എനിക്ക് ഇൻ്റർവ്യൂ എടുത്ത ആ ടീം ലീഡറിന് അത്യാവശ്യമായിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ട്, ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്തു വെച്ചതെല്ലാം കാണിച്ചപ്പം ഞാൻ പറഞ്ഞു, ജാവാസ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ടാസ്ക് കൂടി ബാക്കിയുണ്ട്, അത് ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു കള്ളം കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, കുഴപ്പമില്ല, ഇത് ഇത്രയും ചെയ്തല്ലോ, ഇത്രയും സമയം കൊണ്ട് ഇത്രയും ചെയ്തല്ലോ, അതുകൊണ്ട് യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞു. അന്നേരം ഞാനൊരു ശ്വാസം വിട്ടു. ഒരു ഭയങ്കര ഒരു റിലീഫായിരുന്നു. കാരണം ആ ജോലി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയും ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് ഞാൻ അവിടെ കയറിപ്പറ്റി. എന്നിട്ടും എനിക്കിത് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഒട്ടും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും എനിക്കിതുപോലെയുള്ള ടാസ്കുകൾ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇതുപോലെയുള്ള കൊളീഗ്സിനോട് പറയും, അവർ ചെയ്തു തരും. അവർ ചെയ്തു തരുമ്പോൾ പിന്നെ ഞാനൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇതെന്താണ് ഇവർ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നാലും അത് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ ഒരു കമ്പനിയിൽ കുറച്ച് വർഷം കഴിയുമ്പം നമുക്കൊരു ജോലി മാറ്റം അനിവാര്യം ആണ് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ ഞാൻ ജോലി മാറാനായിട്ട് ഇൻ്റർവ്യൂസിന് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പം അപ്പോൾ മുതലാണ് എനിക്ക് മനസ്സിലായത് HTML-ഉം CSS-ഉം മാത്രം വെച്ചുകൊണ്ട് നമുക്കിനി ഒരു ജോലി മാറ്റം സംഭവിക്കില്ല. 2 തവണ എനിക്ക് ചക്ക വീണപ്പം മുയൽ ചത്തു എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇനി അങ്ങോട്ട് ഇൻ്റർവ്യൂസിൽ ഇതുപോലെയുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു സഹായം കിട്ടും, അല്ലെങ്കിൽ ഒരു ലക്ക് ഉണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നതുമില്ല. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ അവിടെ സ്റ്റക്കായി. അതായത് എനിക്ക് ജോലി മാറാൻ ഒരു നിർവാഹവുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഇങ്ങനെ ഒരു പഠിക്കണം എന്നുള്ളൊരാഗ്രഹം വരുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുന്നത്, നമ്മൾ ചാറ പറയായിട്ട് നമ്മൾ കുറേ വെബ്സൈറ്റിലൊക്കെ പോയിട്ട് അവിടുന്നും പഠിക്കും ഇവിടുന്നും പഠിക്കും അല്ലേ. അതായത് ഞാനൊരു ബുക്കും പേനയും എടുത്തിട്ട് ഞാൻ ഫുള്ളായിട്ട് അതിൻ്റെ ഞാനൊരു കാര്യം പഠിച്ചിരുന്നതിലും ഒരു തെറ്റുണ്ടായിരുന്നു. അതായത് ഞാനൊരു ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ബുക്കും പേനയും പേപ്പറും എടുത്തിട്ട് വെച്ചിട്ടാണ് ഞാൻ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്. അപ്പോൾ ഞാനത് തിരിച്ചറിയുന്നില്ലല്ലോ. നമ്മളെന്ത് ചെയ്തു, ഒരു ബുക്കും പേനയും എടുത്തു, എന്നിട്ട് പറ്റാവുന്ന വെബ്സൈറ്റിലൊക്കെ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ എന്താണ് ജാവാസ്ക്രിപ്റ്റ്, എന്താണ് വേരിയബിൾസ്, എന്താണ് ഫങ്ഷൻസ്, എന്താണ് ഒബ്ജക്ട്സ്, എന്താണ് ഹയർ ഓർഡർ ഫങ്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങിയപ്പം ഞാൻ ഒന്നും പ്രാക്ടീസൊന്നും ചെയ്ത് നോക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പോഴും ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 1-2 മാസം നമ്മൾ ഇത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫുള്ള് തിയറി മാത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ എന്താവും, താഴേക്ക് പോകും. കാരണം നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ടാസ്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനത് വീണ്ടും നിർത്തുന്നു. വീണ്ടും ഒരു 2-3 മാസം വീണ്ടും നോക്കാതിരിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ആഗ്രഹം വരുമ്പം ഞാൻ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനകത്ത് പോകുന്നു, വേറൊരു ബുക്കും പേനയും പേപ്പർ എടുക്കുന്നു, വീണ്ടും ഞാൻ വേരിയബിൾസും ഫങ്ഷൻസും എല്ലാം വീണ്ടും തിയറി മാത്രം പഠിക്കുന്നു. അങ്ങനെ ഇങ്ങനെ കുറച്ച് നാൾ ഇങ്ങനെ പോയി. പലപ്പോഴായിട്ട് നിർത്തുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ടും എനിക്ക് ഒരു വരി പോലും എനിക്ക് ജാവാസ്ക്രിപ്റ്റിൽ എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ജോലി മാറ്റം വളരെ അനിവാര്യത ആയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിൻ്റെ ആ പ്രഷറും കൂടി വന്നപ്പം നമുക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ പഠിക്കുന്നതിനകത്ത് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ കുറച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് ഇനി മുതൽ ചെയ്ത് നോക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒന്നുകൂടെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുന്നതിന് മുന്നായിട്ട് ഞാൻ MDNൻ്റെ വെബ് ഡോക്സ് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവിടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ പഠിക്കാൻ നോക്കി. അതായത് കാര്യങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. അപ്പോൾ അവിടെ അവർ പറയുന്നുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇത് കണ്ടില്ല, വേരിയബിൾസ് എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരതിനകത്ത് പറയുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സ്, പിന്നെ കണ്ടീഷണൽസ്, ഫങ്ഷൻസ്, ഇതൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കാനായിട്ടിരിക്കുമ്പം തിയറി നമുക്ക് അത്യാവശ്യമാണ്.
പക്ഷേ നമ്മൾ അതിന് ശേഷം നേരെ ഒരുപക്ഷെ ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 നമ്പേഴ്സ്, അല്ലെങ്കിൽ ഫിബൊനാച്ചി സീരീസ് എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്, ഇതുപോലുള്ള മാത്ത് ഓറിയൻറ്റഡോ അല്ലെങ്കിൽ അൽഗോരിതം ഓറിയൻറ്റഡോ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആക്ച്വലി ഈ അൽഗോരിതം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മാത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ പഠിച്ചിട്ട് നമുക്ക് തുടക്കത്തിൽ യാതൊരുവിധ പ്രയോജനവും ലഭിക്കുന്നില്ല. നമ്മുടെ ഡേ ടു ഡേ വർക്കിൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനുമില്ല. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ അങ്ങനെ പോകുന്നതിന് പകരം നമ്മൾ ഡോം ഓപ്പറേഷൻസ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട്, നമുക്ക് CSS ഒക്കെ പഠിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ജാവാസ്ക്രിപ്റ്റിലേക്ക് നമുക്കൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഡോം ഓപ്പറേഷൻസ് പഠിക്കാൻ നോക്കിയപ്പം എനിക്ക് വളരെ കംഫർട്ടബിളായി. കാരണം ഞാൻ ഡോക്യുമെൻ്റ് ക്വയറി സെലക്ടർ ഉപയോഗിച്ചിട്ട് ഒരു HTML എലമെൻറ്റിനെ ജാവാസ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു ജാവാസ്ക്രിപ്റ്റിൽ ആ ഒരു എലമെൻറ്റ് എനിക്ക് ഒരു ക്ലാസ് ആഡ് ചെയ്യാൻ പറ്റുന്നു, ക്ലാസ് റിമൂവ് ചെയ്യാൻ പറ്റുന്നു, ക്ലാസ് ടോഗിൾ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഒരു ബട്ടണകത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഒരു ആഡ് ഈവൻ ലിസണർ വെച്ചിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നു, അപ്പോൾ എനിക്കൊരു അലേർട്ട് കാണിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ ലോജിക്സും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഞാൻ നടത്തിയത്. ഒന്നാമത്തെ സ്റ്റെപ്പ് പലപ്പോഴായിട്ട് ഞാൻ അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതായിരുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഞാൻ പക്ഷേ കുറച്ച് അധികം നാളെടുത്തിട്ടാണ് നിർത്തിയെടുത്ത് ഞാൻ പഠിച്ചത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് എന്നെ ശരിക്കും സഹായിച്ചത്. ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഡോം ഓപ്പറേഷൻസ് എന്നെ വളരെയധികം സഹായിച്ചു. അപ്പം ഡോം ഓപ്പറേഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം എന്നെക്കൊണ്ട് ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും, ഒരു 5 ലൈൻസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് എങ്കിലും എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ഥിരം ഇതിൻ്റെ പുറകെ തന്നെയാണല്ലോ. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എവിടെയോ വായിച്ചതാണ് ഈ ഒരു നമ്മുടെ ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ ഈ ഒരു കോഴ്സ്, ജാവാസ്ക്രിപ്റ്റ് അൽഗോരിതംസ് ആൻഡ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഫ്രീ ആണ്, സംഭവം നല്ല അടിപൊളിയാണ്. കാരണം അതിനകത്ത് ബേസിക് ജാവാസ്ക്രിപ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ 113 കാര്യങ്ങൾ നമുക്ക് ചലഞ്ചസ് ആയിട്ട് കിടക്കുന്നത്. അതായത് കമൻറ്റ് യുവർ ജാവാസ്ക്രിപ്റ്റ് കോഡ്, ഡിക്ലെയർ ജാവാസ്ക്രിപ്റ്റ് വേരിയബിൾ, സ്റ്റോറിങ് വാല്യൂസ് വിത്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പോകുമ്പം ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കണ്ടില്ലേ, ഇത് തിയറി പ്ലസ് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, നമ്മളെക്കൊണ്ട് കോഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് എന്നെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്തു. കാരണം ഇതെങ്ങനെങ്കിലും ഞാനിത് ചെയ്തേ മതിയാവൂ എന്നുള്ള ഇതിൽ ഞാൻ ഡെയിലി ഞാനിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അവർ ഇതുണ്ടല്ലേ, ഒരു മൈ വേരിയബിൾ 5 ഉണ്ട്, പിന്നെ ദിസ് അസൈൻസ് എൻ നമ്പർ വാല്യൂ 5 ടു മൈ വേരിയബിൾ, അവർ എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ ആ ഒരു തിയറി പറഞ്ഞതിന് ശേഷം നമ്മളെടുത്ത് അതൊന്ന് ചെയ്ത് കാണിക്കാൻ കൂടി പറയുന്നുണ്ട്. അപ്പം ഈ ഒരു സീരീസ് എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ കുറേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പയ്യെ നമുക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഇതിനകത്ത് കുറേ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ മാക്സിമം ഇത് ഡെയിലി ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കിട്ടും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം 113 ഉണ്ട്. അതിന് ശേഷം അത് ബേസിക്കാണ് കേട്ടോ. ആ ബേസിക് കഴിഞ്ഞിട്ട് പിന്നെ ES6ൻ്റെ മൊഡ്യൂൾസ് ഉണ്ട്. അതിനകത്ത് 29 മൊഡ്യൂൾസ് ഉണ്ട്. റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഡീബഗിങ് ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഡാറ്റ സ്ട്രക്ചർ പഠിച്ചിരിക്കുന്നതും വളരെ യൂസ്ഫുൾ ആണ്. അതിനകത്തേക്ക് 20 മാത്രമേ ഉള്ളൂ. ആ 113 ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ടുള്ള ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക് അൽഗോരിതം ആൻഡ് സ്ക്രിപ്റ്റിംഗ്. അപ്പോൾ ആ ഒരു 113 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ അൽഗോരിതമൊക്കെ ഞാൻ ട്രൈ ചെയ്തെങ്കിലും ഞാൻ അത്ര ഡീപ്പായിട്ടൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ അതിനകത്തും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു തിയറി നമുക്ക് കിട്ടി, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് കിട്ടി, നമ്മളെ കൊണ്ടിപ്പോൾ ഒരു കുറച്ച് ലൈൻസ് ഓഫ് ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എഴുതാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഒരു തീരുമാനമായി. പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെയും നമുക്ക് ഒരു വലിയ ഒരു ക്യാൻവാസിലേക്ക് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു സ്കോപ്പ് നമുക്ക് അവിടെ കിട്ടുന്നില്ല. കാരണം നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു ടാസ്കുകളാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് വീണ്ടും കുഞ്ഞു ടാസ്കുകൾ മാത്രമേ എന്നെക്കൊണ്ട്, ഞാൻ പറയുന്നത് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്,
അപ്പോൾ ഇതുപോലെ ആയിരിക്കത്തില്ല നിങ്ങളിൽ പലർക്കും. ഇപ്പം എന്നേക്കാളും IQ ഒക്കെ ഉള്ള കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ സ്ട്രഗിൾ ചെയ്ത ഒരു സാധാരണക്കാരൻ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ സ്ട്രഗിൾ ചെയ്ത ജേണിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഞാൻ കഷ്ടപ്പെട്ട് ഇരുന്ന് ഒരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ ചെയ്തു വെച്ച പ്രോജക്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനൊരു 30 പ്രോജക്ട്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് ഞാൻ കടന്നു. അങ്ങനെ ഞാൻ യൂട്യൂബിനകത്തൊക്കെ നോക്കി ഏകദേശം 30 പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ പോലും ഞാൻ സ്വന്തമായിട്ട് എഴുതുന്നില്ല. അവർ ചെയ്യുന്ന പ്രോജക്റ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ, എന്തിനാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, എന്തിനാണ് ഈ ഫംഗ്ഷൻ ഇവിടെ കൊടുക്കുന്നത്, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ഫംഗ്ഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫംഗ്ഷനകത്ത് തന്നെ മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ 30 പ്രോജക്ട്സോളം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. അപ്പോൾ ഈ 30 പ്രോജക്ട്സ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രോജക്റ്റ് അവർ ചെയ്ത് തീരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഓരോ ലൈനും നമ്മൾ സ്വയം മനസ്സിലാക്കണം, അല്ലാതെ ചുമ്മാ അതുപോലെ എഴുതി വെക്കരുത്. ആ ഓരോ ലൈൻസും അതുപോലെ നമ്മൾ അതിനകത്തുള്ള ഡീറ്റെയിലിംഗ് മനസ്സിലാക്കി അതിൻ്റെ നോട്ട്സ് എഴുതിയതിന് ശേഷം നമ്മൾ അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കുക, പിന്നെ അടുത്ത പ്രോജക്റ്റിലേക്ക് കടക്കുക. പിന്നെ ഈ ഒരു 5 പ്രോജക്ട്സോളം ആയി കഴിയുമ്പം വീണ്ടും പോയിട്ട് ആ 1ാമത്തെ പ്രോജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? അതിനുശേഷം വീണ്ടും നമ്മൾ 5 മുതൽ 10 വരെയുള്ള പ്രോജക്ട്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വന്നിട്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 50% എങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതെൻ്റെ ഉറപ്പാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 30 പ്രോജക്ട്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കുറേ നാളെടുത്താണ് ഈ ഒരു ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കിയത്. അല്ല, ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സാധാരണ ഒരാൾ എടുക്കുന്നതിനേക്കാളും കുറേ നാളെടുത്താണ് ഞാൻ ഈ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തത്. ആദ്യം കുറേ നാൾ ഞാൻ ബേസിക്സും തിയറിയും എല്ലാം പഠിച്ചു. പിന്നെ കുറേ നാൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഫ്രീ കോഡ് ക്യാമ്പിൻ്റെ അതിൻ്റെ പുറകിൽ നടന്നു. പിന്നെ ഞാൻ കുറേ നാൾ ഈ പ്രോജക്ട്സ് 30 പ്രോജക്റ്റ് ഒന്നും 30 ദിവസം കൊണ്ടൊന്നും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ജോലിയുണ്ട്, അപ്പോൾ അതിനോടൊപ്പം തന്നെ എനിക്കിത് കൊണ്ടുപോയാൽ മതി എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ 2ാമത്തെ ജോലിയിലേക്ക് പ്രവേശിച്ചത്. ആ 2ാമത്തെ ജോലിയിൽ എനിക്ക് തന്ന ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ, അതായത് വീട്ടിലിരുന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നു, അതായത് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് 30 ക്വസ്റ്റ്യൻ CSS, 30 ക്വസ്റ്റ്യൻ HTML, 30 ക്വസ്റ്റ്യൻ JavaScript ആയിരുന്നു. അപ്പോൾ അതിനകത്ത് എനിക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയതിനുള്ള ഒരേ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എടുത്ത സ്റ്റെപ്സുകൾ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ലെങ്തി ആയിട്ട് എടുത്തെങ്കിലും നിങ്ങൾ പലർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു സ്റ്റെപ്സാണ് ഇതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പിന്നെയും പറയാണ്, വലിയ ബുദ്ധിയുള്ള ആൾക്കാരെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. സാധാരണ ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ജാവാസ്ക്രിപ്റ്റിലേക്ക് കടന്നത്. അതിനുശേഷം ജാവാസ്ക്രിപ്റ്റ് കടന്ന് ഇപ്പോൾ ഉള്ള ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് മാത്രം പോരാ, മുമ്പേ ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് റിയാക്റ്റോ വ്യൂവോ Next.js അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ജാവാസ്ക്രിപ്റ്റിനകത്ത് നമുക്കൊരു ഒരു ഡീസൻറ്റ് നോളജ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് എനിക്ക് റിയാക്റ്റ് പഠിക്കാൻ പറ്റിയത്. പലരും ചെയ്യുന്നൊരു മണ്ടത്തരമാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സ് മാത്രം പഠിച്ച് വെച്ചിട്ട് റിയാക്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് വളരെ വലിയ മണ്ടത്തരമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതിനകത്ത്. ആ കോർ കൺസെപ്റ്റ് ഇല്ലാതെ നമ്മൾ റിയാക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ജേണി. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. പക്ഷേ നമ്മുടെ യൂട്യൂബ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്താലും അതിൻ്റെ കൗണ്ട് ഇനി മുതൽ അവിടെ കാണിക്കത്തില്ല. ഞങ്ങൾക്ക് ബാക്ക് എൻഡിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പകരം നിങ്ങളൊരു കമൻറ്റ് ഇടുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജേണി ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ജേണി ഉണ്ടെങ്കിൽ താഴെ പറയുക. കാരണം ഈ വീഡിയോസ് കാണുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹാപ്പി ക്രിസ്മസ്.